നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 18 ബുധനാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മാർക്കറ്റിംഗ്, വാഹന മേഖലകളിൽ ബിസിനസ് നടത്തുന്നവർക്ക് വിറ്റുവരവ് വർദ്ധിക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ട്. കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കടന്നുവരാൻ സാധ്യതയുള്ള മംഗളകരമായ ദിവസമാണിത്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം. രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് മികച്ച തൊഴിൽ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ അടുത്ത ബന്ധുക്കളുടെ വിവാഹം പോലുള്ള ശുഭകാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള അവസരങ്ങൾ വന്നുചേരും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം. തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. അകാരണമായ ഭയവും അസ്വസ്ഥതയും മനസ്സിനെ അലട്ടിയേക്കാം. പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തണം. ഇത്തരം സംഭവങ്ങൾ മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം. പൂയം ആയില്യം. ശത്രുക്കൾ സുഹൃത്തുക്കളായി മാറുന്ന അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ ജാഗ്രത കൈവിടരുത്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടാൻ ഇടയുള്ളതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വർദ്ധിക്കുന്ന ദിവസമാണിത്. ഭക്ഷണകാര്യങ്ങളിൽ സംതൃപ്തി ലഭിക്കും. അനുയോജ്യനായ ജീവിത പങ്കാളിയെ കണ്ടെത്താനും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇന്ന് ഭാഗ്യമുണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം. അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ബിസിനസ്സിൽ പുതിയ സാധ്യതകൾ തുറക്കപ്പെടുന്ന ദിവസമാണ്. ഭാവിയിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഇവ കാരണമാകും. ലഭിക്കുന്ന അവസരങ്ങൾ ഒന്നും തന്നെ പാഴാക്കാതെ കൃത്യമായി വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം. ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഉറക്കക്കുറവും മാനസിക വിഷമവും അനുഭവപ്പെട്ടേക്കാം. ജീവിത പങ്കാളിയോടുള്ള അനാവശ്യ സംശയങ്ങൾ ദാമ്പത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം. അനിഴം തൃക്കേട്ട. അടുത്ത ബന്ധുക്കളുടെ വിയോഗം മനസ്സിനെ വൈകാരികമായി തളർത്തിയേക്കാം. ജീവിത പങ്കാളിയുമായോ ബന്ധുക്കളുമായോ കലഹത്തിന് സാധ്യതയുള്ളതിനാൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് സമാധാനം നിലനിർത്താൻ സഹായിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കാര്യവിജയവും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളും പ്രതീക്ഷിക്കാവുന്ന ശുഭദിനമാണിത്. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും. ജീവിത സൗഭാഗ്യങ്ങൾ തേടിയെത്തും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം. തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ശത്രുദോഷം ഒഴിവാക്കാൻ സഹായിക്കും. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് മറ്റുള്ളവർക്ക് വിദ്വേഷമുണ്ടാകാൻ കാരണമായേക്കാം. എന്നതിനാൽ മിതത്വം പാലിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം. ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. എതിരാളികളെയും ശത്രുക്കളെയും പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ദിവസമാണിത്. അവരുടെ ദുഷ്പ്രവണതകളെ മറികടക്കാൻ കരുത്ത് ലഭിക്കും. സ്ത്രീകളിൽ നിന്നുള്ള പിന്തുണയും സഹായവും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം. ഉത്രട്ടാതി രേവതി. അലസതയും തൊഴിൽ തടസ്സങ്ങളും അനുഭവപ്പെടാൻ ഇടയുണ്ട്. അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കും. അമിതമായ ആഡംബരങ്ങൾക്കും സുഖ സൗകര്യങ്ങൾക്കുമായി പണം ചെലവാക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വഴിവെച്ചേക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.